ഫ്രണ്ട്സ്, അപ്പോൾ ഈ പ്രാവശ്യത്തെ നബിദിനവും ടീച്ചേഴ്സ് ഡേ തിരുവോണവും എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് നമ്മൾ തിരുവോണ സദ്യ ഓണത്തിൻ്റെ അന്നല്ലായിരുന്നു ആക്കിയത്. വെള്ളിയാഴ്ചൻ്റെ അന്ന് നബിദിനം ആയതുകൊണ്ട് ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഇവിടെ പള്ളിക്ക് ഉണ്ടായിരുന്നു, നമ്മളെ മഹൽ കമ്മിറ്റിയിൽ നിന്ന്. അപ്പോൾ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം ഇന്നാണ് തീർത്തത്. ഞായറാഴ്ച, അതായത് ചതയ ദിനത്തിലാണ് നമ്മൾ തിരുവോണ സദ്യ ഉണ്ടാക്കി കഴിക്കുന്നത്. എല്ലാ വർഷവും അത് കഴിക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം മിസ്സാക്കരുതെന്ന് വിചാരിച്ചിട്ട് തിരുവോണത്തിൻ്റെ സദ്യ നമ്മളിന്ന് ചതയത്തിനാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതാ നല്ല പച്ചടി, ഉപ്പേരി, പയറുപ്പേരി, ചിക്കൻ. പിന്നെ നമ്മൾ മുസ്ലിംസ് ആയതുകൊണ്ട് എന്തായാലും ചിക്കൻ മസ്റ്റാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ചത്, പുളിഞ്ചി, കൂട്ടുകറി, അവിയൽ, അച്ചാറ്, കണ്ണിമാങ്ങ അച്ചാറ്, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, പിന്നെ കൊണ്ടാട്ടമുളക്, പപ്പടം, സാമ്പാർ. ഇത്രയാണ്. പിന്നെ നമ്മളെ പായസം, പാലട പ്രഥമൻ പായസം. ഇത്രയും വിഭവങ്ങളാണ് ഇപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ ഇച്ചുമോളൊക്കെ കഴിക്കൽ തുടങ്ങി കേട്ടോ. ഇന്നൂസൊക്കെ കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ, സദ്യ കഴിക്കട്ടെ കേട്ടോ. ഇച്ചുമൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനിതാ സദ്യ കഴിക്കാൻ പോവാണ്. എൻ്റെ ചോറാണിത്. അതാ തൊട്ടടുത്ത് തന്നെ ഇച്ചുമോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ, ടാറ്റാ. സദ്യന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളെ മഹാബലിയാണ് സദ്യ ഒക്കെ കഴിച്ചത് കേട്ടോ. ഇതാണ് നമ്മളെ മഹാബലി തമ്പുരാട്ടി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം പറയും മിന്നൂസേ. അപ്പൊ അതാ ഇങ്ങനാണ് സംഭവം. ഇന്നൂസാണ് പറഞ്ഞത്. അപ്പോൾ സദ്യയുടെ അവസാനം കേട്ടോ, കലാശക്കൊട്ട് ഇങ്ങനെ ആക്കി മോള്.